ഇതിന്റെ പ്രവർത്തനങ്ങളൊക്കെ എങ്ങനെയാണ്? ഇതിപ്പോൾ നമ്മൾ നിൽക്കുന്നത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ സംസ്ഥാനത്തിൻ്റെ ഇലക്ഷൻ മാനേജ്മെൻറ്റ് കമ്മിറ്റി ഓഫീസിലാണ്. ഇവിടെ കഴിഞ്ഞ 20-ാം തീയതിയാണ് നമ്മുടെ ഇലക്ഷൻ മാനേജ്മെൻറ്റ് കമ്മിറ്റി ഓഫീസിൽ ഉദ്ഘാടനം ബഹുമാനിയായിട്ടുള്ള നമ്മുടെ സംസ്ഥാന അധ്യക്ഷൻ രാജീവ് സെക്രട്ടറി ചെയ്തത്. 35 ഡിപ്പാർട്ട്മെൻറ്റുകളാണ് ഇവിടെ പ്രവർത്തിക്കുന്നത്. ഈ ഡിപ്പാർട്ട്മെൻറ്റുകളിലെ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റുകളുടെയും ഓവറോൾ ഇൻചാർജ് എന്ന രീതിയിലാണ് ഇന്ന് ഞാൻ പ്രവർത്തിക്കുന്നത്. പാർട്ടിയുടെ ചുമതല എനിക്ക് പാർട്ടിയുടെ ഞാൻ സംസ്ഥാന സെക്രട്ടറിയാണ്. ഈ 35 ഡിപ്പാർട്ട്മെൻറ്റുകൾ കേരളത്തിലുടനീളം നടത്തുന്ന തിരഞ്ഞെടുപ്പുകളുടെ എല്ലാ ഭാഗങ്ങളും ഏകോപിപ്പിക്കുക എന്നുള്ളതാണ് ഞങ്ങളെല്ലാവരും ചെയ്യുന്നത്. ഞങ്ങളുടെ ഉത്തരവാദിത്വം എന്ന് പറയുന്നത് അത് വളരെ കൃത്യമായും വ്യക്തമായും ചെയ്യാൻ പറ്റുന്ന എന്നുള്ളതാണ് ഞങ്ങളുടെ സന്തോഷം. ഇത് പുറത്തുനിന്ന് നോക്കുന്ന ഓഫീസായിട്ടാണ് തോന്നുന്നത്. പക്ഷേ വ്യാപകമില്ലാതെ ഇവിടുത്തെ ഓരോ അംഗങ്ങളിലും മുഴുവൻ സമയ പ്രവർത്തകരായി ഇന്ന് ഇവിടെയുണ്ട്. ഇപ്പോൾ രാവിലെ 6 മണി മുതൽ തുടങ്ങുന്ന ഈ ഓഫീസിൻ്റെ പ്രവർത്തനം ഇന്നലെ ഏകദേശം 3 മണി 4 മണി വരെയും ഇവിടെ ഈ ഓഫീസ് പൂർണ്ണമായിട്ട് പ്രവർത്തിക്കുകയാണ്. കാരണം ഇന്ന് സംസ്ഥാനത്തിൻ്റെ 36 സ്ഥലങ്ങളിൽ നമ്മുടെ പ്രവർത്തകർ നോമിനേഷൻസ് കൊടുക്കുന്നുണ്ട്. ആ നോമിനേഷൻസിൻ്റെ എല്ലാ കാര്യങ്ങളും സംസ്ഥാനത്തിൽ നിന്നും ചെയ്യുന്നത് ഈ ഓഫീസിൽ നിന്നാണ്. അത് മാത്രമല്ല ഓഫീസിൻ്റെ മാനേജ്മെൻറ്റ്, ഇലക്ഷൻ ഓഫീസുകളുടെ പ്രവർത്തനം, ഈ 140 മണ്ഡലങ്ങളുടെയും ഇലക്ഷൻ ഓഫീസുകളുടെ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നത് ഈ ഓഫീസിൽ നിന്നാണ്. ലീഗലിൻ്റെ അതുപോലെ തന്നെ ഈ കഴിഞ്ഞ കുറച്ച് ദിവസം മുമ്പ് ഞങ്ങൾക്ക് സംസ്ഥാനത്തിൻ്റെ പുറത്തു നിന്നും വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുമായിട്ട് ഏകദേശം 130ഓളം പ്രഭാരികൾ ഇവിടുത്തെ ഫുൾ ടൈമേഴ്സായിട്ട് ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പം അത്തരത്തിൽ അവരുടെ പ്രവർത്തനങ്ങൾ ഇവിടെ വരികയും അവരുടെ താമസം കുറയുകയും അവരുടെ വാഹനങ്ങൾ അതുപോലെ അവർ വിവിധ സ്ഥലങ്ങളിലായിട്ട് പ്രവർത്തനങ്ങളിലേക്ക് എത്തിയിട്ട് അവർ കഴിഞ്ഞ 10-12 ദിവസങ്ങളായിട്ട് അവിടെ ഫുൾ ടൈമേഴ്സായിട്ട് വിവിധ സ്ഥലങ്ങളിലെ MPs, MLAs ഉൾപ്പെടെയുള്ളവർ നിന്ന് പ്രവർത്തിക്കുന്നുണ്ട്. അവരുടെ ഏകോപനം ഇവിടെ നടക്കുകയാണ്. അതുപോലൊപ്പം മെറ്റീരിയൽ കപ്പാസിറ്റി ബിൽഡിംഗ് അങ്ങനെ വിവിധങ്ങളായിട്ടുള്ള 35 ഡിപ്പാർട്ട്മെൻറ്റുകളാണ് ഇവിടെ പ്രവർത്തിക്കുന്നത്. 24 മണിക്കൂർ തികയാത്തൊരവസ്ഥയിലാണ് ഞങ്ങളുടെ ഏജൻസി ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചത് 35 ഡിപ്പാർട്ട്മെൻറ്റുകളായിട്ട് ഇപ്പോൾ ഏകദേശം ഒരു ദിവസം 100-110ഓളം ആളുകൾ ഇവിടെ ഫുൾ ടൈം ആയിട്ടില്ല. ഇല്ല, ഇത് ഇപ്പം നമ്മുടെ ഫുൾ ടൈമേഴ്സ് എന്ന് തന്നെയാണ് ഇവിടുത്തെ ഓരോരുത്തരെയും വിശേഷിപ്പിക്കുന്നത്. അതിനകത്ത് പ്രായമില്ല, നല്ല ചെറുപ്പക്കാരുടെ ലീഗൽ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ പ്രവർത്തിക്കുന്നവരെല്ലാവരും എല്ലാവരും ചെറുപ്പക്കാർ തന്നെയാണ്. എന്നാൽ അത് മുതൽ പ്രായം ഭേദമന്യേ എല്ലാവരും ഇവിടെ ഫുൾ ടൈം മാസം വരുന്നത്. ഇപ്പോൾ ചില ഡിപ്പാർട്ട്മെൻറ്റും വളരെ ഷിഫ്റ്റുകളായിട്ട് പ്രവർത്തിക്കുന്നത്. ഇവിടെ നിന്നും കേരളത്തിലെ പല ഭാഗത്തേക്കുള്ള കോൺസെൻട്രേഷൻ പ്രവർത്തിക്കുന്നത്. അതുപോലെ വീഡിയോ ഗാനങ്ങളുടെ ഡിജിറ്റൽ ബോർഡ് പെയിൻറ്റിംഗ്. ഇപ്പോൾ കേരളത്തിൽ ഇന്ന് വരെ കാണാത്തൊരു നൂതനമായിട്ടുള്ള ഒരു തെരഞ്ഞെടുപ്പ് പ്രചരണമാണ് ഡിജിറ്റൽ ബോർഡ് പെയിൻറ്റിംഗ്. ആ പെയിൻറ്റിംഗ് ഡിജിറ്റൽ ബോർഡ് പെയിൻറ്റിംഗ് കേരളത്തിലെ 56 കോൺസ്റ്റിറ്റ്യുവൻസിയിൽ ഡിജിറ്റൽ ബോർഡ് പെയിൻറ്റിങ്ങുകൾ നടക്കുന്നുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള പ്രവർത്തനങ്ങളും ഏകോപിപ്പിക്കുന്നത് സോഷ്യൽ മീഡിയ ആകട്ടെ, മീഡിയ ആകട്ടെ, അതുപോലെയുള്ള എല്ലാ കാര്യങ്ങളും ഏകോപിപ്പിക്കുന്നത് ഇതിന് ഏറ്റവും പ്രധാനമായിട്ട് വേണ്ടത് 140 മണ്ഡലങ്ങളുടെ ഇലക്ഷൻ മാനേജ്മെൻറ്റ് കമ്മിറ്റികളുണ്ട്. ആ കമ്മിറ്റികളുടെ ലിസ്റ്റുകൾ ഇവിടെ എടുത്തു തരുന്നത് ഇവിടെ നിന്ന് കൊടുക്കുന്ന നിർദ്ദേശങ്ങൾ കൃത്യമായിട്ട് അവിടെ എത്തിക്കാനുള്ള പ്രവർത്തനമാണ് ഇവിടെ വേണ്ടത്. ഇവിടെ എങ്ങനെയാണ് ഒരു ഇലക്ഷൻ മാനേജ്മെൻറ്റ് ഓഫീസ് പ്രവർത്തിക്കുന്നത്, അതുപോലെ തന്നെ എല്ലാ മണ്ഡലങ്ങളിലും ഈ മാനേജ്മെൻറ്റ് ഓഫീസ് പ്രവർത്തിക്കുന്നത്. അപ്പോൾ ഇവിടെ ഓരോ മണ്ഡലങ്ങളിലും നടത്തേണ്ട കാര്യങ്ങൾ ഇപ്പോൾ ഇന്ന് നോമിനേഷൻ കൊടുക്കുമ്പോൾ ലീഗലിൻ്റെ ഭാഗത്തു നിന്ന് എന്തൊക്കെ ശ്രദ്ധിക്കണമെന്നുള്ളത് ഇവിടെ നിന്ന് ഈ ലീഗലിൻ്റെ ഭാഗത്തേക്ക് അവിടേക്ക് ഒരു നിർദ്ദേശം കൊടുക്കുന്നത് ഇവിടുത്തെ ലീഗൽ ഡിപ്പാർട്ട്മെൻറ്റ്. ആ ലീഗൽ ഡിപ്പാർട്ട്മെൻറ്റ് 140 അസംബ്ലി മണ്ഡലത്തിലെയും ലീഗൽ ഡിപ്പാർട്ട്മെൻറ്റിനെ ഏകോപിപ്പിക്കുന്നത്. അതുപോലെ എല്ലാ കാര്യങ്ങളും ഡൽഹിയിലെ കേന്ദ്രദേശമായിട്ടുള്ള ചർച്ചകൾ ഇവിടെ പാർട്ടിയുടെ സ്ഥിരമായിട്ടുള്ള കമ്മിറ്റികൾ തന്നെയാണ് ആ ചർച്ചകളിൽ പങ്കെടുക്കുന്നത്. അപ്പം അത് പങ്കെടുത്തിട്ട് അവിടെ നിന്ന് കിട്ടുന്ന നിർദ്ദേശങ്ങൾ നമുക്ക് ഇലക്ഷൻ മാനേജ്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ടുള്ള നിർദ്ദേശങ്ങളാണെങ്കിൽ അത് നമ്മളിലേക്ക് എത്തുകയും നമ്മളത് പ്രായോഗികം എങ്ങനെയാണ് നടപ്പിലാക്കാൻ പറ്റുന്നത് ആ രീതിയിൽ നടപ്പിലാക്കുകയും എല്ലാ മണ്ഡലങ്ങളിലുള്ള കാര്യങ്ങളും മണ്ഡലങ്ങളിലെ കാര്യങ്ങൾ കൃത്യമായിട്ടും നമ്മൾ ചോദിക്കുന്നു. ഇപ്പം ഞങ്ങളിവിടെ ഒരു കോൺസെൻ്റ് പ്രവർത്തിക്കുന്നു. ആ കോൺസെൻറ്റിൽ മണ്ഡലങ്ങളിൽ കഴിയുമ്പോൾ അങ്ങനെ ഏതൊക്കെ ഇപ്പം മെറ്റ നിയോജക മണ്ഡലത്തിൽ നോമിനേഷൻ കൊടുക്കുന്നുള്ളത് നമ്മൾ കോൺസെൻട്രേഷൻ തന്നെയാണ് അത് എടുക്കുന്നത്.
ഇനി ആ നോമിനേഷൻ നമുക്ക് എന്നിട്ട് അവരെ സഹായിക്കാൻ പറ്റും. അവരുടെ നോമിനേഷനുകൾ തിരിച്ചൊക്കെ അങ്ങനെ ഇതൊരു പ്രോസസ്സാണ്. പിന്നെ ഏതെങ്കിലും ഒരു എല്ലാ ഡിപ്പാർട്ട്മെൻറ്റുകളിലും ഇപ്പോൾ ഒരു പുതിയതായിട്ടൊരു ഗസ്റ്റ് വന്നതിന് ആ ഒരു ഗസ്റ്റ് വരുമ്പോൾ നമ്മൾ കാണുന്നത് ആ ഗസ്റ്റ് വരുമ്പോൾ എന്നുള്ളതാണ്. പക്ഷേ ആ ഗസ്റ്റ് വരുന്നതിന് കുറഞ്ഞ് ഏകദേശം 5-6 ഡിപ്പാർട്ട്മെൻറ്റുകൾ ഒരുമിച്ച് പ്രവർത്തിച്ചാലാണ് ആ ഗസ്റ്റിൻ്റെ കൃത്യമായി ഇവിടെ വന്നിട്ടുള്ള ഒരാൾക്ക് ഒരു പരാതിയോ പരിഭവമോ ഇല്ലാതെ തന്നെയാണ് ഞങ്ങൾക്കിത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നത് കൈവയ്ക്കാൻ കഴിഞ്ഞ ഇലക്ഷനേക്ക് എല്ലാ ഓരോ ഇലക്ഷനുകളും ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾക്ക് ഉത്സവമാണ്. ഞങ്ങളുടെ പ്രസ്ഥാനത്തിൽ ഞങ്ങളുടെ പ്രവർത്തകരുടെ ഉത്സവമാണ് ഞങ്ങളുടെ ഈ ഇലക്ഷനുകൾ എന്ന് പറയുന്നത്. ഓരോ ഇലക്ഷനുകളിലും പാർട്ടിയുടെ ഭാഗത്തു നിന്നുള്ള ഞങ്ങളുടെ ഇപ്പം ഈ പറയുന്ന പോലെ തന്നെ ആ ഇലക്ഷനെ കണക്കിട്ടുള്ള എല്ലാ തോട്ടും പോലും ഇത്തവണ പാർട്ടിയുടെ കോൺഫിഡൻസ് ഞങ്ങളുടെ വിശ്വാസം എന്നുള്ളത് ഞങ്ങളുടെ പാർട്ടി ജയിക്കും, ഞങ്ങളുടെ പാർട്ടിയിൽ ഇത്രയും എംഎൽഎ ഉണ്ടാകും, അതുപോലെ തന്നെ ഞങ്ങളുടെ പാർട്ടി ഭരണത്തിൽ വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അത്തരത്തിലൊരു കോൺഫിഡൻസ് ഇന്നത്തെ ഓരോരുത്തരുടെയും മുഖത്ത് കാണാൻ പറ്റും. ആ ചിരിയും ആ കോൺഫിഡൻസുമാണ് 24 മണിക്കൂറും ഈ എണ്ണയിടാക്കിയ യന്ത്രം പോലെ പ്രവർത്തിക്കാനായിട്ട് ഇവർക്ക് ഞങ്ങൾക്ക് ഓരോരുത്തർക്കും ആ ശക്തി തരുന്നത്. പുറത്തുനിന്ന് നമ്മൾ നോക്കുമ്പോഴത്തേക്കും അവിടെ ഈ പറയുന്നത് പോലെ പ്രവർത്തകരുടെ എത്രയോ പ്രവർത്തകർ പുറത്തു നിന്നും ഈ നമ്മുടെ പാർട്ടിക്ക് വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്നത് അതിൻ്റെ അത്തരത്തിൽ നമ്മൾ ഇത് കുറച്ചുകൂടെ ഈ ഒരു ഫുൾ ടീം വരുന്ന ഇത് പ്രവർത്തിച്ചാലാണ് കൂടുതൽ ഈ പ്രവർത്തനങ്ങൾ സുഗമമാക്കുവാനായിട്ട് പറ്റുന്നത്. പിന്നെ പ്രത്യേകതകൾ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഞാൻ പറയുന്നത് പോലെ ഇലക്ഷനാണ് ഞങ്ങളുടെ കാൻഡിഡേറ്റ്സിൻ്റെ ജനങ്ങളുടെ സ്വീകാര്യത. അപ്പോൾ അതിൽ നിന്ന് കിട്ടുന്ന റെസ്പോൺസ് ഞങ്ങൾക്ക് അനവധിയായിട്ടുള്ള കോളുകൾ ഞങ്ങളേക്ക് രാത്രിയിലും പകലൊന്നും കിട്ടാത്ത കോളുകൾ ഞങ്ങൾക്ക് ഇങ്ങോട്ട് അവർ ഉപദേശിക്കാറുണ്ട്, ഞങ്ങളോട് നിർദ്ദേശങ്ങൾ വെക്കാറുണ്ട്, ഞങ്ങളുടെ ചില കാര്യങ്ങളിൽ പറയാറുണ്ട്. അത്തരത്തിൽ ജനങ്ങളുടെ റെസ്പോൺസ് കിട്ടുന്നതാണ്. നമ്മളിപ്പോൾ ഇവിടെ ചെയ്യുന്നത്, ഞാൻ ചെയ്യുന്ന ഡിപ്പാർട്ട്മെൻറ്റ് ഗസ്റ്റ് വെഹിക്കിൾസ് ആൻഡ് ട്രാൻസ്പോർട്ടേഷനാണ്. നമുക്ക് കഴിഞ്ഞ 24-ാം തീയതി ദേശീയ നേതൃത്വം ഒരു 140 മണ്ഡലങ്ങളിലേക്കുമുള്ള പ്രവാസി കാര്യകർത്താക്കന്മാരെ നിയോഗിച്ചിട്ടുണ്ട്. അവരുടെ ഒരു ഇവൻറ്റ് ഇവിടെ നടക്കുകയുണ്ടായി, ട്രിവാൻഡ്രത്ത് നടക്കുകയുണ്ടായി. നമുക്കത് വളരെ മനോഹരമായിട്ട് ഒരു 100 കൂടുതൽ വാഹനങ്ങൾ ഗസ്റ്റിന് പ്രൊവൈഡ് ചെയ്തുകൊണ്ട് കാര്യങ്ങൾ കൃത്യമായിട്ട് നടത്താനായിട്ട് സാധിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ ട്രിവാൻഡ്രത്ത് എത്തുന്ന പ്രധാനപ്പെട്ട ഗസ്റ്റിൻ്റെയും അതേപോലെ ഡീലേഴ്സിൻ്റെ ഒക്കെ നമ്മുടെ വെഹിക്കിൾ ട്രാൻസ്പോർട്ടേഷൻ ചെയ്യുന്നത് നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റാണ്. അതുപോലെ തന്നെ അന്ന് നമ്മൾ കഴിഞ്ഞ ഇവൻറ്റിന് ശേഷം കറക്റ്റായിട്ട് അവരവരുടെ മണ്ഡലങ്ങളിലേക്ക് എത്തിക്കാനുള്ള ട്രാൻസ്പോർട്ടേഷനെല്ലാം നമുക്ക് നല്ല പ്രോപ്പറായിട്ട് നടന്നിട്ടുണ്ട്. പിന്നെ നമ്മളിവിടെ ഒരു ടീം വർക്കായിട്ടാണ് ഇവിടെ കാര്യങ്ങൾ നടക്കുന്നത്. ഗസ്റ്റ് പ്രോട്ടോകോൾ ടീം അതേപോലെ തന്നെ ഗസ്റ്റ് അക്കോമഡേഷൻ ടീമുമായിട്ട് സഹകരിച്ചാണ് നമ്മൾ വർക്ക് ചെയ്യുന്നത്. അവരുടെ ഭാഗത്തു നിന്ന് കിട്ടുന്ന കറക്റ്റായിട്ടുള്ള നിർദ്ദേശങ്ങൾ വെച്ച് നമുക്ക് നമ്മുടെ ഗസ്റ്റിന് കറക്റ്റായിട്ട് പ്രോപ്പർലി വെഹിക്കിൾസ് അലോട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇത് കേന്ദ്രീകൃതമായിട്ട് സ്റ്റേറ്റ് ഓഫീസിൽ നിന്നാണ് ഇവിടുന്ന് എല്ലാം തയ്യാറാക്കുന്നത്. ഇപ്പോൾ നമുക്ക് 140 മണ്ഡലങ്ങളിലും കോമൺ ആയിട്ട് കൊടുക്കുന്ന മെറ്റീരിയൽസ് ഉണ്ട്. അത് ഇവിടുന്ന് ഏതെങ്കിലും പ്രസ്സിൽ നിന്ന് കൊടുത്തു കഴിഞ്ഞാൽ അത് 140 മണ്ഡലങ്ങളിലും ഒരു ദിവസം കൊണ്ട് തന്നെ സപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു സംവിധാനം ഒരുക്കി വെച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ നമ്മുടെ മെറ്റീരിയൽസ്, അപ്പോൾ കൊടികളായാലും അതുപോലെ തന്നെ ഷാളായിരുന്നാലും മറ്റ് മെറ്റീരിയൽസ് ആയാലും വരുന്ന മുറയ്ക്ക് ഇവിടെ വരുന്നില്ല. എല്ലാം 140 മണ്ഡലങ്ങളിലും ഡിസ്ട്രിബ്യൂഷനാണ്. ഒന്നും ഇവിടെ കെട്ടിക്കിടക്കാതെ 2 ദിവസം കൊണ്ട് അത് ഈ വരുന്ന മെറ്റീരിയൽസ് മുഴുവൻ ജില്ലകളിലും എത്തിച്ച് അത് മണ്ഡലങ്ങളിലേക്ക് ഡയറക്റ്റ് ഡിസ്ട്രിബ്യൂഷനാണ് ഇപ്പോൾ ആലോചിച്ചും ചെയ്തുകൊണ്ടുമിരിക്കുന്നത്. മറ്റുള്ള പ്രവർത്തനങ്ങളൊക്കെ എന്താ വേറെ? മറ്റ് പ്രവർത്തനങ്ങളെന്ന് പറഞ്ഞാൽ സെൻട്രലൈസ് ചെയ്ത് എന്താണോ തീരുമാനിക്കുന്നത്. ഇപ്പോൾ പോസ്റ്റർ NDAയുടെ പോസ്റ്റർ ഉണ്ടാവും, ചിഹ്നമുണ്ടാവും, അതോടൊപ്പം തന്നെ നമ്മൾ ഉപയോഗിക്കുന്ന മെറ്റീരിയൽസ് ഷാളുണ്ടാവും, തോരണങ്ങളുണ്ടാവും, അതോടൊപ്പം തന്നെ നമ്മുടെ പതാകകളുണ്ടാവും, ചെറിയ സൈൻ ബോർഡുകളുണ്ടാവും. ഇതൊക്കെ ഇവിടെ വരുന്ന ഓർഡർ അനുസരിച്ച് ഓർഡർ നമ്മൾ കൊടുക്കുന്ന പ്രസ്സിൽ നിന്ന് അവിടെ നിന്ന് തന്നെയാണ് ഡിസ്ട്രിബ്യൂഷൻ. അപ്പോൾ മുഴുവൻ സ്ഥലങ്ങളിലും വിളിച്ച് ചോദിക്കുക. അപ്പോൾ വരുന്ന ആൾക്കാർ സാധനം എത്തിയോ, അവിടെ ഏതെല്ലാം സ്ഥലങ്ങളിലെത്തി, 140 കൃത്യമായി എത്തിയോ, അങ്ങനെയുള്ള ഒരു ഹൈടെക് പരിപാടിയാണ് ഇവിടെ സ്റ്റേറ്റ് ഓഫീസിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ ഇലക്ഷനുമായിട്ടനുബന്ധിച്ച് ഒരുപാട് VIPs കേരളത്തിലെത്തുന്നുണ്ട്. നോമിനേഷനുമായിട്ടനുബന്ധിച്ചാവട്ടെ ഈ റാലികളുമായിട്ട്, അതായത് ഭാരതീയ ജനതാ പാർട്ടി നോമിനേഷന് ശേഷം കൺവെൻഷനുകൾ റാലികൾ സംഘടിപ്പിക്കും. ഇത് ഉദ്ഘാടനം ചെയ്യാനും മറ്റുമായിട്ടെത്തുന്ന ഒരുപാട് VIPs എന്ന് കൃത്യമായിട്ട് പറയുമ്പോൾ പല സംസ്ഥാനങ്ങളുടെ മുഖ്യമന്ത്രിമാർ, ഉപമുഖ്യമന്ത്രിമാർ, അതേപോലെ നമ്മുടെ കേന്ദ്രമന്ത്രിമാർ, മറ്റ് സംസ്ഥാനങ്ങളിലെ മന്ത്രിമാർ,
MP-മാരുൾപ്പെടെ പലരും ഇവിടെ എത്തുന്നുണ്ട്. അപ്പോൾ നമ്മൾ നിക്ഷിപ്തമായിട്ടുള്ള കർത്തവ്യം എന്താണെന്ന് വെച്ചാൽ ഈ VIPസിനെല്ലാം ഇതിൽ Z+ കാറ്റഗറി സെക്യൂരിറ്റിയുള്ള ആൾക്കാരുണ്ട്, Y+ ഉണ്ട്, ഇതിനെല്ലാം കാറ്റഗറൈസ് ചെയ്തുകൊണ്ട് കൃത്യമായി ഈ കാറ്റഗറൈസ് ചെയ്തനുസരിച്ചിട്ടുള്ള ഹോട്ടലുകളിൽ നമ്മൾ റൂം ബുക്ക് ചെയ്ത് ഇവരെ അക്കോമഡേറ്റ് ചെയ്യാന്നുള്ളതാണ്. കൃത്യമായി തന്നെ ഈ ഇലക്ഷൻ്റെ നോട്ടിഫിക്കേഷൻ വന്ന മുതൽ ഈ ഇന്നിപ്പോൾ നോമിനേഷൻ നടക്കുന്നുണ്ട്. അപ്പോൾ അതിന് എത്തുന്ന ആൾക്കാരെ തൊട്ട് നമ്മൾ കൃത്യമായിട്ട് തന്നെ എല്ലാവരും അക്കോമഡേറ്റ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. ഇനി വരുന്ന ദിവസങ്ങളിൽ ധാരാളം, ഇന്നിപ്പോൾ രാജസ്ഥാൻ മുഖ്യമന്ത്രി അദ്ദേഹം തിരുവനന്തപുരത്ത് എത്തിച്ചേർന്നിട്ടുണ്ട്. ഈ വരുന്ന ദിവസങ്ങളിൽ നാളെ ഉൾപ്പെടെ മഹാരാഷ്ട്ര മുഖ്യമന്ത്രി വരുന്നുണ്ട്. പിന്നെ കോഴിക്കോട് എയർപോർട്ടിൽ ഡെപ്യൂട്ടി CM വരുന്നുണ്ട്, ഛത്തീസ്ഗഡിലെ. ഇവരെല്ലാം നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ എല്ലാവരുടെയും കൂട്ടായ പ്രവർത്തനം കൊണ്ട് ക്രോഡീകരിച്ച് കൃത്യമായി തന്നെ അക്കോമഡേറ്റ് ചെയ്യാനും സാധിച്ചിട്ടുണ്ട്. താങ്ക് യു സർ. HIV അണുബാധ സന്തോഷപൂർണമായ ഒരു ജീവിതത്തിന് തടസ്സമല്ല. HIV അണുബാധയ്ക്ക് ഫലപ്രദമായ ചികിത്സ ഇന്ന് ലഭ്യമാണ്. ഇതിന് യഥാസമയം അണുബാധ കണ്ടെത്തുന്നതും കാലേക്കൂട്ടി ചികിത്സ നടത്തേണ്ടതും അത്യാവശ്യമാണ്. സൗജന്യമായ ചികിത്സയും മാർഗനിർദ്ദേശങ്ങളും സർക്കാർ ആശുപത്രികളിലെ ART അഥവാ ഉഷസ് കേന്ദ്രങ്ങളിൽ ലഭ്യമാണ്. ആരോഗ്യ സംരക്ഷണം ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്.